CPIM-ലെത്തിയ കാപ്പ കേസ് പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തല തല്ലി തകർത്തു. ശരൺ ചന്ദ്രനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ സ്വദേശി രാജേഷിനെ ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇത്തരക്കാരെ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? രാത്രിയായിരുന്നു ഒരു സൽക്കാരത്തിനിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചു എന്നാണ് പരാതി. എന്തായാലും ആ ഘട്ടത്തിൽ ഒരു പരാതി നൽകാനൊന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രാജേഷ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി പത്തനംതിട്ട പോലീസിൽ നൽകിയത്. അതായത് വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള പരാതിയാണ് ആ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമാവുകയായിരുന്നു. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇറ്റലി എന്ന ഈ പറയുന്ന കപ്പ കേസ് പ്രതിയായ ഷീനിലാണ് ഈ കേസിലെ പ്രതി എന്ന് പോലീസ് FIR-ന്റെ പകർപ്പടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകളാണ്. നിലവിൽ കാപ്പ കേസിലെ പ്രതിയാണ്. സ്വാഭാവികമായി ഈ കാപ്പ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത് റദ്ദു ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷം. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.